ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ട ചേർക്കാത്ത മുട്ട സിർക്കയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല അരിയും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഞാനിവിടെ 240 ml കപ്പിൽ 1.5 കപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായ അത്രയും വെള്ളം ഒഴിച്ച് ഇത് കുതിർത്താൻ വെക്കണം. കുതിരാൻ ആവശ്യമായ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറഞ്ഞതൊരു 1.5 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ കുതിർത്ത് വെക്കണം. ഈ കപ്പിൻ്റെ അളവിലാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതിവിടെ അടച്ചു വെക്കാം. 1.5 മണിക്കൂറിന് ശേഷം ഇത് കഴുകിയെടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം ഞാൻ ഈ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഈ അരിയിലേക്ക് 3 ടേബിൾ സ്പൂൺ ചോറ് ചേർക്കാം. സാധാരണ ചോറ്, വെളുത്ത അരി ഉപയോഗിച്ചുണ്ടാക്കുന്ന ചോറാണ്. ഇത് 1/2 കപ്പിന് 1 ടേബിൾ സ്പൂൺ എന്ന കണക്കിലാണ് ചേർക്കേണ്ടത്. 1.5 കപ്പിന് 3 ടേബിൾ സ്പൂൺ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരക്കാൻ ആവശ്യമായ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം അരിയുടെ മുകളിൽ ഉണ്ടാവരുത്. അരിയിൽ അല്പം ഒന്ന് താഴ്ത്തിയിട്ട്, അതായത് 1 സെൻറ്റിമീറ്ററെങ്കിലും താഴ്ത്തിയിട്ട് വേണം വെള്ളം ഒഴിക്കേണ്ടത്. വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ അപ്പം ശരിയാവില്ല. അതുകൊണ്ട് അരിയേക്കാൾ അല്പം കുറവായിട്ട് മാത്രം വെള്ളം ചേർക്കുക. നമുക്കിനി ഇത് അടച്ചു വെച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ പേസ്റ്റ് പോലെ അരക്കരുത്. ഒരു അല്പം തരിയോടുകൂടി വേണം ഇത് അരച്ചെടുക്കാൻ. നന്നായി പേസ്റ്റ് പോലെ ആയിക്കഴിഞ്ഞാൽ അപ്പം അത്രയ്ക്ക് നന്നാവില്ല. ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഈ ഒരു പാകത്തിൽ വേണം അരച്ചെടുക്കാൻ. ദോശയേക്കാളും ഒരല്പം കട്ടി കൂടിയിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ചീനച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ ചൂടാവുമ്പോൾ ഒരു തവി മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം ഏത് സൈസിൽ വേണോ, ചെറുതോ വലുതോ, അതിനനുസരിച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും ഒഴിക്കണ്ട. ഈ അപ്പം മുങ്ങിക്കെടുക്കാൻ ആവശ്യമുള്ള അത്രയും ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. വളരെ കൂടുതലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ അപ്പം ഇവിടെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഈ അപ്പം പൊങ്ങിയ ഉടനെ തന്നെ തിരിച്ചിടരുത്. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം തിരിച്ചിടുക, അല്ലെങ്കിൽ അപ്പം നന്നാവില്ല. ഒരു സൈഡ് 1-2 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ഫ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ച് സമയം കൂടി വെച്ച് നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഇത് ഫ്രൈ ചെയ്യാം. ഞാനിതിപ്പോൾ ചെറുതായിട്ട് കളർ മാറിയപ്പോൾ തന്നെ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി മറ്റേ വശവും നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇതിപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട്. ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റുകയാണ്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവൻ അപ്പവും ഉണ്ടാക്കിയെടുക്കാം. ഇത് അധികം എണ്ണയൊന്നും കുടിക്കില്ല. നല്ല പാകത്തിനാണ് നമ്മൾ അരച്ചെടുക്കുന്നതെങ്കിൽ കൂടുതൽ എണ്ണയൊന്നും കുടിക്കാതെ നമുക്കിത് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ എളുപ്പമുള്ളൊരു വിഭവമാണിത്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട സിർക്ക ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മീൻ മുളകിട്ടത് അല്ലെങ്കിൽ ഇറച്ചിക്കറി, ഇതിൻ്റെയൊക്കെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണിത്. ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരം കഴിക്കാനും രാത്രിയിലേക്കും ഒക്കെ ഇത് ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കുക. അതുപോലെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്